പവർ ടീമിനെ പൊളിച്ചെടുക്കുന്ന മറ്റൊരു പ്രമോ കൂടി പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ അതിഥികളായിരുന്ന സാബുമോനും ശ്വേതയും വീഡിയോ കോളിൽ വരികയാണ്. ഉടൻ തന്നെ ലാലേട്ടൻ ചോദിക്കുന്നു, ഗസ്റ്റുകളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്ന് പറഞ്ഞു, നിങ്ങൾ ഹാപ്പി ആയിരുന്നോ? അപ്പോൾ പെട്ടെന്ന് സാബുവിന്റെ മറുപടി ഇങ്ങനെയാണ്, ഇത് 5 സ്റ്റാർ ഹോട്ടലിലേക്കെന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ കൊണ്ടുവന്നത്, പക്ഷേ ഇത് പഴയ ബസ് സ്റ്റാൻഡിന്റെ പുറകിലുള്ള അമ്മിണി ലോഡ്ജ് ആയിരുന്നു. ഇതിന്റെ നടത്തിപ്പുകാർക്ക് ആക്ച്വലി ഈ ഹോട്ടൽ പൂട്ടിപ്പോകണം എന്നുള്ളതായിരുന്നു. ശ്വേത പറയുന്നു, ഞാൻ വന്നപ്പോൾ തന്നെ ഒരു വലിയ പൊട്ടിത്തെറിക്കൽ അവരുടെ നടുവിൽ കണ്ടു. ഒരു സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു സംഭവം അവരുടെ ഇടയിൽ ഇല്ല. വീണ്ടും ലാലേട്ടൻ ചോദിക്കുകയാണ്, ഒരു ഗെയിമിനെ ഗെയിമായിട്ട് കാണാൻ ഇവർക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? സാബുമോൻ മറുപടി പറയുന്നു, എല്ലാവരെയും ശത്രുക്കളായിട്ടാണ് ഇവർ പ്ലേസ് ചെയ്തു വെച്ചിരിക്കുന്നത്. മുൻപ് പല വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ബിഗ് ബോസിന്റെ ക്ലാസിക് ഗെയിമുകളിലൊന്നാണ് പൊളിച്ചടുക്കി കൊടുത്തത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സാബുമോൻ തന്നെ ഇപ്പോൾ പറഞ്ഞു, ഹോട്ടൽ നടത്തിപ്പുകാർക്ക് തന്നെ അത് പൂട്ടിപ്പോയാൽ കൊള്ളാം എന്നുള്ള ചിന്തയായിരുന്നു. എന്തും വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. പവർ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുകയും ഗസ്റ്റിനെ നല്ല രീതിയിൽ മാനിക്കുകയും ഹോട്ടൽ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ലല്ലോ, ഞങ്ങൾക്ക് പോയിന്റുകളൊന്നും കിട്ടില്ലല്ലോ, അതുകൊണ്ട് പൊളിച്ചടുക്കിയേക്കാം എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിച്ചതെങ്കിൽ അത് അങ്ങേയറ്റം തെറ്റായ ഒരു കാര്യമാണ്. ഇതൊരു ഗെയിമാണ്. മാത്രമല്ല, ഇത് കാണുവാനിരിക്കുന്ന പ്രേക്ഷക ലക്ഷങ്ങളുണ്ട്. ഇവിടെ ഓരോരുത്തരെയും വിലയിരുത്തുന്നത് ഈ ഗെയിമുകളുടെയും ടാസ്കുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ വെളിപ്പെട്ടു വരുന്നത് നിങ്ങളുടെ പകയും വെറുപ്പും വിദ്വേഷവുമാണ്. നിങ്ങളുടെ ക്യാരക്ടറിനകത്ത് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പല വൃത്തികെട്ട മനോഭാവങ്ങളുമാണ്. നിങ്ങൾ പുറമെ നന്നായി വസ്ത്രധാരണം ചെയ്യുകയും നല്ല രീതിയിൽ പൊട്ടിയടിച്ച് നല്ല മുഖ സൗന്ദര്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ ഈ ബൈബിൾ പറയുന്നത് പോലെ വെള്ള തേച്ച ശവക്കല്ലറകൾ എന്നൊക്കെ പറയുന്ന വാക്കാണ് അതിന് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് ഹോട്ടൽ ഓണേഴ്സ് ആയിരിക്കുന്ന വ്യക്തികൾ, ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഗസ്റ്റിന്റെ കയ്യിൽ നിന്നും അങ്ങനെ ടിപ്പ് മേടിച്ച് ഞെളിയണ്ട എന്ന രീതിയിലാണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് വളരെ മോശമായൊരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഈ ടാസ്ക് ഇവിടെ നടത്താതിരുന്നാൽ മതിയായിരുന്നു. ഈ ടാസ്ക് നടത്തുന്നത് കൊണ്ടല്ലേ മറ്റുള്ളവരൊക്കെ രക്ഷപ്പെടുവാൻ സാധ്യത വരികയുള്ളൂ. അതുകൊണ്ട് ഈ ടാസ്ക് തന്നെ ഇവിടെ നടത്തണ്ട എന്ന് തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. സാബുമോൻ പറഞ്ഞ ആ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. 5 സ്റ്റാർ ഹോട്ടൽ എന്നും പറഞ്ഞു കൊണ്ടുവന്നിട്ട് പഴയ ബസ് സ്റ്റാൻഡിന്റെ പുറകിലുള്ള അമ്മിണി ലോഡ്ജിൽ വന്നു കയറിയ പ്രതീതിയായി പോയി എന്നുള്ളത് അത് കൃത്യമായിട്ടുള്ള ഒരു നിർവചനം തന്നെയാണ്. ഒടുവിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മറുപടി പറയാനുള്ളത്? അവിടെ പ്രമോ അവസാനിക്കുകയാണ്. വൈകിട്ടത്തെ എപ്പിസോഡിൽ കാണാം പവർ ടീമിന്റെ മറുപടി എന്താണ് എന്നുള്ളത്. എന്തായാലും അവർ മോശമായിരുന്നുവെന്ന് ഒരിക്കലും അവർ സമ്മതിക്കുവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം അവിടെയുള്ള എംപ്ലോയീസ് ആയിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ് തടിതപ്പാനുള്ള ശ്രമങ്ങളായിരിക്കും നടക്കുന്നത്. എന്തായാലും നമുക്ക് വൈകിട്ടത്തെ എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യാം.